ഇന്ന് ഈ ദിവസം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഓർത്തുകൊള്ളുക, നഷ്ടപ്പെട്ട് തിരിച്ചു വരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ, നഷ്ടപ്പെട്ട വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. ഇനി കരയാനുള്ള സമയം മാറിപ്പോവുകയാണ്. കരയുന്ന കാലഘട്ടങ്ങൾ മാറാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള നാളുകളെന്ന് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആലോചനയായി നിന്നോട് സംസാരിക്കാൻ പറഞ്ഞ്. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയുണ്ട് എന്നാണ് അവൾ പറഞ്ഞത്. സ്തോത്രം. പ്രവാചകൻ പറഞ്ഞത്, ആമേ സ്തോത്രം, നീ എന്ത് ചെയ്യണം? നീ ചെന്നിട്ട് അയൽവക്കത്തെ പാത്രങ്ങളെല്ലാം വാങ്ങി ആ എണ്ണ ആ പാത്രങ്ങളിലോട്ട് പകരാൻ പറയുകയാണ്. സ്തോത്രം. ആമേ, നമ്മുടെ ജീവിതത്തിലൊക്കെയാണെങ്കിൽ ഈ സഹോദരി പറഞ്ഞ പോലെ എല്ലാം നഷ്ടപ്പെടുമ്പോഴും എണ്ണയല്ലാതെ മറ്റൊന്നുമില്ലെന്നാണ്, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. മറ്റൊന്നുമില്ലെങ്കിലും ഒരു ഭരണി എണ്ണയുണ്ടല്ലോ. അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞതുപോലെ അവൾ വീട്ടിലോട്ട് ചെല്ലുകയാണ്. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കടം കയറിയ വീടിനകത്തോട്ട് ചെല്ലുമ്പോൾ അവൾ ആ അടുത്തുള്ള പാത്രങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് അവിടെ വീട്ടിനകത്തോട്ട് കയറുകയാണ്. ഹല്ലേലൂയ. ആ വീട്ടിനകത്ത് ചെന്ന് അവൾ ആ പാത്രങ്ങളിലെല്ലാം, ആമേ സ്തോത്രം, ആ എണ്ണ ഉള്ളത് എണ്ണ പകരാൻ തുടങ്ങി. അവൾ അറിഞ്ഞില്ല ഈ എണ്ണ പാത്രങ്ങളിൽ പകരുമ്പോൾ ഇത് വർദ്ധിക്കും എന്നുള്ള അറിഞ്ഞില്ല. പക്ഷേ അവൾ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ദാസന്റെ ദൈവത്തിന്റെ ശബ്ദത്തെ വിശ്വസിച്ച് അവൾ ചുവടുകൾ വെക്കാൻ തുടങ്ങി. അവൾ പകരുവാൻ തുടങ്ങി. ഇന്ന് ഈ പകലും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്ന ദൈവ ശബ്ദത്തിനൊത്ത് നിങ്ങൾ ചലിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ വാക്കുകളെ അങ്ങനെ തന്നെ വിശ്വസിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ, അല്പത്തെ അധികമാക്കുന്ന ദൈവകൃപ നിങ്ങളുടെ വീടിനകത്ത് ജ്വലിക്കുമെന്ന് ഇന്ന് പകൽ തിരിച്ചറിയട്ടെ.